എന്നാൽ ഈ അമ്മ ഇത് എവിടെ പോയതായിരിക്കും? അതിനിപ്പോ കൂടുതൽ ആലോചിക്കേണ്ട കാര്യം എന്താ? ഹർഷയെ കാണാൻ വേണ്ടി മുങ്ങിയായിരിക്കും. എനിക്കും അതേ സംശയമായിരുന്നു. അതുകൊണ്ടാ ഞാൻ അപ്പം തന്നെ രവിയെ വിളിച്ചത്. പക്ഷേ അവിടെ ചെന്നിട്ടില്ലെന്നാ രവി പറഞ്ഞത്. അവിടെ ചെന്നില്ലെന്നോ? അതെ, രവി എന്തായാലും എന്നോട് നുണ പറയുന്നു തോന്നുന്നില്ല. അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്തായിരിക്കും പറ്റിയേ? നീ ടെൻഷനാവാതെ. അമ്മ ഹർഷയെ കാണാൻ തന്നെ പോയതാ. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഹർഷ അവിടെ ഇല്ല. കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയെന്നാ പറഞ്ഞത്. ഓ, അപ്പോ വീട്ടിൽ ചെല്ലാതെ പുറത്തെവിടെയും വെച്ച് കാണാനായിരിക്കും പ്ലാൻ. അത് ശ്യാം പറഞ്ഞതിൽ കാര്യമുണ്ട്. അമ്മയെ കണ്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഹർഷയുടെ വീട്ടിൽ തന്നെ ആയിരിക്കുമെന്ന് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാവും വീട്ടിൽ നിന്ന് മാറി നിന്നത്. ഇന്ദ്രേട്ടൻ ടെൻഷൻ ആവാതെ, അമ്മ വന്നോളൂ. അമ്മയുടെ സ്വഭാവം അറിയാവുന്ന സ്ഥിതിക്ക് ഏട്ടൻ കുറച്ചുകൂടി ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രദർശനം വെക്കുന്നതിനിടയിൽ അമ്മ ഇങ്ങനെ ചെയ്യുന്ന ആരറിഞ്ഞു സോനെ? നമുക്ക് പോലീസിലെ കംപ്ലൈന്റ് ചെയ്താലോ? എന്തിനെ? ഇങ്ങനൊരു കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാ അവര് നമ്മളെ പിടിച്ചകത്തിടും. അതെ, തന്നിഷ്ടം കാണിച്ച് പോയ സ്ഥിതിക്ക് തിരിച്ചു വരാൻ തോന്നുമ്പോ വരട്ടെ. ഇത് തന്നെ എന്റെ അഭിപ്രായം. ഇപ്പൊ ക്ഷേത്രത്തിൽ പോണെന്ന് നിർബന്ധം പറഞ്ഞിട്ട് പോയതുപോലും ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാ അമ്മയുടെ പ്ലാനിങ്. നമുക്ക് സെന്റിമെന്റ്സ് തോന്നാൻ വേണ്ടിയാ ഭക്ഷണം പോലും കഴിക്കാതിരുന്നത്. മക്കളോടും മരുമക്കളോടും യാതൊരു സ്നേഹവും തോന്നാത്ത അമ്മയ്ക്ക് എങ്ങനെയാ ഹർഷയോട് ഇത്രയ്ക്ക് താല്പര്യം വന്നേന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവരെ കാണാനും സംസാരിക്കാനും വേണ്ടി എന്തൊക്കെയാ അമ്മ കാട്ടിക്കൂട്ടിയത്? അതിനൊരേ ഒരു കാരണമുള്ളൂ. അവരുടെ രണ്ടുപേരുടെ ആഗ്രഹവും ചിന്തയും ഒന്ന് തന്നെയാ: മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അതെ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മുടെ സമയവും ജോലിയും കളഞ്ഞ് അമ്മയെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുവല്ലേ. ആരും ടെൻഷനൊന്നും ആവണ്ട. അമ്മ വരുമ്പോ വരട്ടെ. നമ്മൾ നോക്കാഞ്ഞിട്ടും ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടും അല്ലല്ലോ ഈ പണി കാണിച്ചേ. വെറുതെ അഹങ്കാരം കാണിച്ചതല്ലേ. ഇനിയിപ്പൊ അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ അങ്ങനെ തന്നെ ചെയ്യട്ടെ. സോന പറഞ്ഞതാ ശരി. നമ്മൾ പിടിച്ചു നിർത്തുന്നോണ്ടാ അമ്മയ്ക്ക് ചാടി പോണെന്നുള്ള ചിന്ത തോന്നുന്നത്. ഹർഷയുടെ അടുത്ത് പോയി നിന്ന് കൊതി തീരട്ടെ, അപ്പൊ തനിയെ തിരിച്ചു വരും. എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നത്. പ്രസവിച്ച സ്ത്രീയാണല്ലെന്ന് കരുതി സഹിക്കാവുന്നതിന്റെ മാക്സിമം സഹിച്ചു. അമ്മ ഇപ്പൊ ചെയ്ത് ഒട്ടും ശരിയായില്ല. അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അമ്മയെ കാണാതായ കുറച്ച് നിമിഷം ഞാൻ അനുഭവിച്ച ടെൻഷൻ അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരവസരം കിട്ടിയാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാമെങ്കിലും എന്താ പറ്റിയെന്നൊരു വെപ്രാളം ഉണ്ടല്ലോ, അതിന്റെ വേദന ഒരുപാടാ. ഇന്ദ്രേട്ട വിഷമിക്കാതെ. നമ്മുടെ അമ്മയെ നമുക്ക് അറിയാവുന്നതല്ലേ. തനിയെ തിരിച്ചു വന്നോളൂ. വരട്ടെ. പൈസയുടെ കാര്യത്തില് ഹർഷയൊന്നും പറഞ്ഞില്ല. വണ്ടി പണയം വെക്കാനൊക്കെ ഇപ്പൊ വലിയ പാടാ വിനയ. അല്ലെങ്കിൽ പിന്നെ പണം തരുന്ന ആളുടെ പേരില് വണ്ടി മാറ്റി കൊടുക്കണം. ഇതിപ്പോ വണ്ടി വിനയന്റെ പേരിലോട്ട് പോലും മാറ്റാത്ത സ്ഥിതിക്ക് ആ വഴിക്ക് നോക്കണ്ട. വിനയന്റെ പേരില് വേറെ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്റെ പേരില് ഒന്നുമില്ല. അല്ല, വീട് സ്ഥലമൊക്കെ ആരുടെ പേരില്? അമ്മയുടെ പേരില്. അത് മതി. വിനയൻ ഒറ്റ മോനല്ലേ? ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് പ്രമാണം കൊടുത്താലേ കാശ് കിട്ടും. അല്ല, അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം അല്ലല്ലോ, അതിൽ കൂടുതൽ പണം കിട്ടില്ലേ? വലിയ വീടല്ലേ? കിട്ടും. അങ്ങനെ കിട്ടുമെങ്കിൽ എനിക്ക്
എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യാനുള്ളൊരു ക്യാപിറ്റലും കൂടി ആയേനെ. ആ, ആ, ആ വിനയൻ എത്ര ഉദ്ദേശിക്കുന്നേ? ഒരു 10 ലക്ഷം കിട്ടിയ ഓക്കെ ആയിരിക്കും. ആ, ആ, വീടിന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോ എന്തായാലും അത്രയും കിട്ടും. പിന്നെ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്താലും അത് കിട്ടുന്നവരെ ഈ നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടാവും. ആ, അത് കഴിഞ്ഞ കറിയിലെ കറിവേപ്പില പോലെ നമ്മളെ അവരൊഴിവാക്കും. അതാ നടപ്പ്. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ആന്റി. ഏയ്, അയ്യോ വിനയൻ ചെയ്യുന്നല്ലേ ആന്റി പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാ. വിനയൻ ഉപകാരസ്മരണയുള്ള ആളാണെന്ന് ആന്റിക്ക് അറിയാം. ആ, ആ, എന്നാലും മനുഷ്യരല്ലേ, ആരുടെ സ്വഭാവം എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആന്റി നമ്മൾ വിനയൻ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോ എനിക്കോ ആന്റിക്കോ ഒരു ആവശ്യം വന്നാ വിനയൻ നമ്മുടെ കൂടെ നിൽക്കും, അല്ലേ വിനയ? ആ ഉറപ്പായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കും. ആ, ഉറപ്പാ. അക്കാര്യത്തില് ഒരു സംശയം വേണ്ട. എങ്കി പിന്നെ കുഴപ്പമില്ല. ആ അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വീട്ടിൽ നിന്ന് പ്രമാണം കൊണ്ടുവന്നു. ശരി, കൊണ്ടുവരാം. അതെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? പിന്നെന്താ, രാവിലെ ഒന്നും കേറിക്കോ, കഴിച്ചില്ല. കേറിക്കോ. വാ, വിശക്കുന്നു. വാ. എന്നാലും അവരിങ്ങനൊരു ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യം എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ രാമനാഥ. അതും മംഗലാപുരത്തൊക്കെ പോയി അഡ്മിറ്റ് ആവാന്നൊക്കെ പറഞ്ഞ അത് ഞാനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? എന്റെ മോളല്ലേ ദയ. ഒക്കെ ശരിയാ മാഷേ. ഇത് തൽക്കാലം മാഷിനെ പോലും അറിയിക്കേണ്ടെന്ന് അവരോട് പറഞ്ഞത് ഞാനാ. സത്യം പറഞ്ഞ ഇവിടുത്തെ വാസന്തിക്കും ധനന് പോലും അറിയില്ല ശബരിയും ദയ എവിടേക്കാ പോയെന്ന്. അവര് വിചാരിച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടി ടൂർ പോയതാന്നാ. ശരിക്കും ദയമോൾക്ക് എന്താ രാമനാഥ അസുഖം? അന്ന് പഞ്ചരത്നത്തിൽ ശബരി വന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ എന്നോട് അമ്പിളി പറഞ്ഞത്. കുഴപ്പം ഇല്ലെന്നല്ലല്ലോ മാഷേ, കൂടുതൽ ചെക്കപ്പുകൾ വേണമെന്നാ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്.